കൈക്കിട്ട് തട്ടിയാൽ എന്ത് സംഭവിക്കും? ആ കപ്പ് കാപ്പി തെറിച്ച് താഴെ വീഴും അല്ലേ? കുറേ ഇതുപോലെ സംഭവിക്കും. കാപ്പി പുറത്തോട്ട് ചാടും. എന്തുകൊണ്ടാണ് കാപ്പി പുറത്തോട്ട് ചാടിയത്? പെട്ടെന്ന് ചിന്തിച്ചാൽ നമ്മൾ വിചാരിക്കും ആ തട്ട് കിട്ടിയത് കൊണ്ടാണെന്ന്. എന്നാൽ നമുക്ക് ആ സ്പിൽഡ് കപ്പ് ഓഫ് കോഫിയെ ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കിയാലോ? എന്തുകൊണ്ടാണ് കാപ്പി പുറത്ത് ചാടിയത്? ആ കപ്പിനകത്ത് കാപ്പി ഉണ്ടായിരുന്നോണ്ടാണ്. ആ കപ്പിൽ വെള്ളമായിരുന്നെങ്കിലോ എന്ത് ചാടിയേനെ? വെള്ളം ചാടിയേനെ. ആ കപ്പിൽ ചായ ആയിരുന്നെങ്കിലോ ചായ വന്നേനെ. ജ്യൂസ് ആയിരുന്നെങ്കിൽ ജ്യൂസ് പുറത്തു വന്നേനെ അല്ലേ? ഇതുപോലെയാ ജീവിതത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ആ ജീവിത യാത്രയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴല്ലോ ഇടയ്ക്ക് ചില തട്ട്, ചില മുട്ട്, ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലത് പുറത്തു ചാടും. ആ പുറത്ത് ചാടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന ഈ തട്ടുണ്ടല്ലോ, ഈ മുട്ടുണ്ടല്ലോ, ചിലപ്പം നമ്മൾക്ക് അതൊരു മോശം വാർത്തയായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രശ്നമായിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ഒരു രോഗമായിരിക്കാം, ബന്ധങ്ങളിൽ വന്ന ഒരു അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന ഒരു നഷ്ടമായിരിക്കാം, വലിയൊരു സാമ്പത്തിക ബാധ്യത പെട്ടെന്നുണ്ടാകുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്ന് വായിച്ചു നോക്കാം. യേശുവും ശിഷ്യന്മാരും ഒരിക്കൽ യാത്ര ചെയ്തപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് നേരിട്ടു. നമുക്കറിയാവുന്ന ഈ ഭാഗം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പോലെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ഓക്കെ, ഈ വേദഭാഗം വായിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം, അന്ന് സന്ധ്യ ആയപ്പോൾ ഒരു ദിവസത്തെ യേശുവും ശിഷ്യന്മാരുടെ ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തികൾ കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി, യേശു പ്രസംഗിച്ചത്, യേശു ശുശ്രൂഷിച്ചത് എല്ലാം കൂടുതൽ സമയവും ഗലീല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗലീലയിൽ ഒരു വലിയൊരു തടാകമുണ്ട്. നമ്മൾ ബൈബിളിൽ അതിനെ ഗലീല കടൽ, തിബരിയാസ് കടൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ആ കടലിൻ്റെ അവിടെ ആണ് യേശുവിൻ്റെ മിനിസ്ട്രി കൂടുതൽ നടന്നേക്കുന്നത്. അപ്പം ഈ കടലിൻ്റെ അവിടെ ഒത്തിരി ആളുകൾ കൂടിയത് കൊണ്ട് അന്ന് യേശു എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കുറച്ച് പേര് മുക്കുവരായിരുന്നെന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഒരാളുടെ പടകിൽ കയറി യേശു ഇരിക്കും. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കടൽക്കരയിൽ ഇരിക്കും. യേശു അവരോട് രാവിലെ മുതൽ യേശു അവരോട് പല ഉപദേശങ്ങൾ, കഥകൾ ഒക്കെ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഇടയിൽ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. യേശു പലർക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്. ഈ മിനിസ്ട്രി അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് സന്ധ്യ ആയപ്പോഴാണ് യേശു അവരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഇങ്ങനെയാണ് പറയുന്നത്, 35-ാം വാക്യത്തിൽ, നാം അക്കരയ്ക്ക് പോക. ഒന്ന് പറഞ്ഞേ, നാം അക്കരയ്ക്ക് പോക. ആരാ പറഞ്ഞത്? അത് യേശുവാണ് പറയുന്നത്. നാം അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അപ്പം യേശുവും ശിഷ്യന്മാരും ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ് പോണത്? അവർ അക്കരയ്ക്ക് പോവുകയാണേ. അത് യേശു എടുത്ത തീരുമാനമാണ്, കർത്താവിൻ്റെ പ്ലാനുമാണ്. അവർ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇവരുടെ കൂടെ തന്നെ ചെറിയ പടകുകളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് വായിച്ചത് എന്താ? ആ സമയത്ത് വലിയ ചുഴലിക്കാറ്റ് പടകിൽ അടിക്കാൻ തുടങ്ങി. തിര തള്ളിക്കയറുകയാൽ അത്
മുങ്ങുമാറായി. യേശുവിനോടൊപ്പം ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടായത്? വലിയ ചുഴലിക്കാറ്റ്. ഒന്ന് പറഞ്ഞേ, വലിയ ചുഴലിക്കാറ്റ്, എ ഗ്രേറ്റ് സ്റ്റോം. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. യേശുവിൻ്റെ കൂടെയാണ് അവർ യാത്ര പോകുന്നത്. ആ സമയത്താണ് പടക് മുങ്ങുമാറ, വെള്ളം കയറുന്നു. ഇവരിപ്പം എല്ലാം തീരുമെന്ന് തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇങ്ങനെ യാത്ര ചെയ്ത് സ്വസ്ഥമായിട്ട് പോണ സമയത്തായിരിക്കും പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങൾ വരാം. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾക്കുണ്ടാകുന്ന വലിയൊരു രോഗമായിരിക്കാം, അല്ലേ? അപ്പം എന്താ അത് സംഭവിക്കുന്ന അറിയത്തില്ല. പെട്ടെന്ന് അത് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയാണ് ജീവിതത്തിൽ. അത്രയും നേരം സ്വസ്ഥമായിട്ട് പോയത്. ഞാൻ ഈ പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലത്തെ കൊടുങ്കാറ്റ് നേരിട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആരാ ഈ കൊടുങ്കാറ്റിൽ പെട്ടുപോയത്? ആ പടകിലുള്ളത് യേശുവും ശിഷ്യന്മാരുമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ ഈ പ്രശ്നം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന്? പല രീതിയിൽ ആൾക്കാർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കർത്താവിനെ ഫോളോ ചെയ്യുന്നവർ ചിന്തിക്കുന്ന കാര്യം, ദൈവമേ എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇനി നമ്മൾ വേദപുസ്തകം ശരിക്കും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് സ്റ്റോം ഉണ്ടാകാം. പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് കൊടുങ്കാറ്റടിക്കാം. എന്നാൽ നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, യോനാ പ്രവാചകൻ ഒരിക്കൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് നിനവേക്ക് പോകാൻ പറഞ്ഞപ്പം തർശീഷിലോട്ടുള്ള ബോട്ട് കയറി പോകുമ്പം അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാ? ദൈവം ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചു എന്ന്. ആ കൊടുങ്കാറ്റ് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? യോനായുടെ അനുസരണക്കേടാണ് അതിന് കാരണമായത്. നമ്മൾ ബൈബിളിൽ അങ്ങനെ കാണുന്നുണ്ട്. ദൈവം അവരെ കറക്റ്റ് ചെയ്യാനായിട്ട്, റീറൂട്ട് ചെയ്യാനായിട്ടും കൊടുങ്കാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, നമ്മളിപ്പോൾ വായിച്ച സിറ്റുവേഷൻ ഒന്ന് എടുത്തു നോക്കിക്കേ. ഇവിടെ നമ്മൾ കണ്ടത് എന്താ? യേശുവും ശിഷ്യന്മാരും അന്ന് രാവിലെ മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ സുവിശേഷവേല, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവഹിതപ്രകാരമാണോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അവർ പടകെടുത്ത് മുമ്പോട്ട് പോകാൻ കാരണം എന്താ? ആരാ അവരോട് പറഞ്ഞത്? യേശുവാണ് പറഞ്ഞത്. എവിടെ പോകാമെന്ന്? നാം അക്കരയ്ക്ക് പോകാൻ. അപ്പം ദൈവം പറഞ്ഞതനുസരിച്ച് അനുസരണമുള്ളവരായിട്ട് അവർ മുമ്പോട്ട് പോണ സമയത്താണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, അനുസരണക്കേടുകൾ കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവശിക്ഷ കൊണ്ട് മാത്രമല്ലോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിന് ചില പദ്ധതികൾ ഉള്ളത് കൊണ്ടും ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ അടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, യേശു എങ്ങോട്ട് പോകാമെന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്? നാം അക്കരയ്ക്ക് പോകാം. ഇനി 5-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ആ അക്കര ഏതായിരുന്നു എന്ന്. ആ സ്ഥലത്തിൻ്റെ പേര് ഗദരദേശം എന്നാ. അത് യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലമല്ലായിരുന്നു. അതായത് ഡെക്കപ്പൊലീസ്, അല്ലെങ്കിൽ 10 ഗ്രീക്ക് ഹെല്ലനിസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള അങ്ങനത്തെ ആൾക്കാർ താമസിക്കുന്ന 10 പട്ടണങ്ങൾ. നമുക്കറിയാം യേശു കൂടുതലും മിനിസ്ട്രി ചെയ്തത് എവിടെയായിരുന്നു? യഹൂദന്മാരുടെ ഇടയിലായിരുന്നു. പക്ഷേ യഹൂദന്മാരല്ലാത്തവർ താമസിക്കുന്ന 10 പട്ടണങ്ങളിൽ ഒരു പട്ടണമായ ഗദരദേശത്തോട്ടാണ് യേശു അവരോട് പോകാൻ പറഞ്ഞത്, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത്. ആ സ്ഥലത്ത് യേശു എന്തിനാ പോയെന്നറിയാമോ? അവിടെ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിച്ചു നോക്കാൻ അറിയാം. രാവും പകലും നിലവിളിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് മുഴുപ്രാന്തനായിട്ട്, ദേഹത്ത് വസ്ത്രമൊന്നും ഇടാതെ, ദേഹത്ത് സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട്, കല്ലറകളിൽ താമസിച്ച് അലറി വിളിച്ചുകൊണ്ട്, മാനസിക വിഭ്രാന്തിയുള്ള അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ സൗഖ്യമാക്കാനാണ് യേശു പോകുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു ഈ സൈഡിൽ നിന്ന് അക്കരയ്ക്ക് പോയത് ഒരു മിഷന് വേണ്ടിയാ, ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയാ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് എന്തടിക്കുന്നത്? കൊടുങ്കാറ്റടിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ കാണാം, ദ സ്റ്റോം ഡസൻറ്റ് മീൻ ഗോഡ് ഈസ് ആബ്സെൻറ്റ്. ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്നല്ല ചുഴലിക്കാറ്റുകളുടെ അർത്ഥം.
നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, പ്രശ്നം വരുമ്പം ഈ ബോട്ട് തിരയടിച്ച് മുങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ജീവിതത്തിലെല്ലാം തീരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ദൈവം കാണുന്നില്ലേ, കൂടെയില്ലേ എന്ന്. The storm does not mean God is absent. It means He is doing something deeper. നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ജീവിതത്തിൽ ദൈവം ആഴത്തിൽ ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും കൂടെ ഇതിനർത്ഥമുണ്ട്. ചില സ്റ്റോംസിന്, ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന ചില ചുഴലിക്കാറ്റുകൾക്ക്, ചില പ്രശ്നങ്ങൾക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക, ദൈവം നമ്മൾ കൂടെ എന്തോ മാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശിഷ്യന്മാരുടെ ജീവിതത്തിലോട്ട് നോക്കാവേ. എന്താണ് ആ ചുഴലിക്കാറ്റിൽ കൂടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനിയും ഞാൻ പറഞ്ഞു, ദൈവം ചിലത് ഡീപ്പറായിട്ട് ആഴത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിരിക്കാം ചുഴലിക്കാറ്റെന്ന്. നമ്മൾക്കറിയാം, ഈ ശിഷ്യന്മാരെന്ന് പറയുന്ന ആരാ? യേശുവിൻ്റെ കൂടെ രാവും പകലും സഞ്ചരിക്കുകയും യേശുവിൻ്റെ ടീച്ചിങ്സ് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പം ഇവർക്കിനി എന്ത് മാറ്റം വരാനുള്ളതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുവിനോടുള്ള നമ്മുടെ ഈ ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത് ഒരു ദിവസം തുടങ്ങി അങ്ങനെ നിൽക്കുന്നതല്ല. ഇറ്റ്സ് എ ജേണി. ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നടക്കുകയും കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഇനിയും നമ്മൾക്ക് ഇത് ശിഷ്യന്മാരുടെ ജീവിതത്തിലോട്ട് തന്നെ നമുക്ക് നോക്കാമേ. അപ്പം ഈ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് തിരമാലകൾ ഇങ്ങനെ അടിക്കുകയാണ്, പടക് മുങ്ങിപ്പോ. ശിഷ്യന്മാർക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? ഇതോടെ ഇവരെല്ലാം കടൽ നല്ല പരിചയമുള്ളവരാ, പക്ഷെ അന്ന് അവർ വിചാരിച്ചു സകലതും തീരുകയാണെന്ന്. ഇവർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ അതേ അധ്യായത്തിൻ്റെ മർക്കോസ് 4:38 അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താ അവർ ചോദിച്ചത് നമുക്കറിയാം, പറഞ്ഞേ. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശുവിൻ്റെ കൂടെ 24/7 നടക്കുന്ന ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ ടീച്ചിങ്സ് എല്ലാം കേട്ടതാ. ഇവര് തിയറി ക്ലാസ്സിൽ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അവർ സെർമൺ ഓൺ ദ മൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന ഭാഗത്തുനിന്നൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇവരെ യേശു പഠിപ്പിച്ച കാര്യം അത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-27. നമുക്കറിയാം, സ്കൂളിലൊക്കെ തിയറി ക്ലാസ്സും ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്. തിയറി ക്ലാസ്സിൽ ഇവരെ അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ ഫുൾ മാർക്കും മേടിച്ചിട്ടുള്ളവരായിരിക്കും. ഇവരെ യേശു പഠിപ്പിച്ച കാര്യം ഇതാണ്: ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അതായത് യേശു പഠിപ്പിച്ചു കൊടുത്താൽ, നിങ്ങൾ വിചാരപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ നീട്ടമില്ലേ, എന്തോരം നിങ്ങൾ ജീവിക്കുന്നു, അതിൻ്റെ 1 മുഴം കൂടെ, ഒരു ഇച്ചിരിയും കൂടെ നീട്ടുവാൻ ആർക്കെങ്കിലും കഴിയുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് എന്താ പറഞ്ഞു കൊടുത്തത് അവരോട്? നമ്മൾ ജീവിതത്തിൽ വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് മനസ്സിങ്ങനെ മറിച്ചതുകൊണ്ട് അതിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ്, അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിയറി ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വന്നപ്പോൾ, ജീവിതത്തിൽ തിരമാല അടിച്ചപ്പോൾ ഇവർ ചോദിച്ചത് എന്താ? ഇവർക്കറിയാം എന്താ? ഗുരു ചോദിച്ചിട്ടുണ്ട്, വിചാരപ്പെടുന്നതിനാൽ 1 മുഴം നീളം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചുഴലിക്കാറ്റടിച്ചപ്പോൾ ഇവർ യേശുവിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആകാശത്തിലെ പറവകളെ പോറ്റുന്ന സർവശക്തനായ ദൈവത്തെ, തങ്ങളുടെ പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിച്ച ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞാൻ ഈ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മിൽ ഓരോരുത്തരെയാണ്. ചില സമയത്ത് നമുക്ക് വചനങ്ങളൊക്കെ അറിയാം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഹിറ്റ് ചെയ്യുമ്പം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വിശ്വാസമില്ലാത്ത വാക്കുകൾ,
ഭയം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതികരിക്കുന്ന രീതി. ഇവിടെ ഇരിക്കുമ്പം ദൈവം സകലത്തിനും മതിയായെന്ന് നമ്മൾ പറയും അല്ലേ, ദൈവം എനിക്ക് മതിയായെന്ന് പറയും. പക്ഷെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് ദൈവമേ നീ എവിടെയാ, നീ കാണുന്നില്ലേ, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുക അല്ലേ. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു. ഈ ഇടി കിട്ടുമ്പോഴാണ് നമ്മുടെ കപ്പിൻ്റെ അകത്തെ കാപ്പിയാണോ ചായയാണോ ജ്യൂസാണോ പച്ചവെള്ളമാണോ പുറത്ത് ചാടുന്നത്. അതുവരെ ആർക്കും മനസ്സിലാകത്തില്ല നമ്മുടെ ജീവിതമാകുന്ന കപ്പിൽ എന്തായിരിക്കുന്നതെന്ന്. പക്ഷെ ജീവിതത്തിലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം നമ്മളുടെ പ്രതികരിക്കുന്ന രീതി മനസ്സിലാകുന്നുണ്ടോ? ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് പുറത്തു വന്നില്ലായിരുന്നു. പക്ഷേ ചുഴലിക്കാറ്റടിച്ചപ്പോഴാണ് പുറത്തു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കുക, എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പം ഒരു AC ഹാളിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആർക്കും പറ്റും. പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ ഒരു ചുഴലിക്കാറ്റടിക്കുമ്പം നമ്മുടെ അകത്തുനിന്ന് പുറത്തോട്ട് ചാടുന്നത് നോക്കുമ്പോൾ അറിയാം എന്തോരം നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് പഠിച്ചിട്ടുണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, സ്റ്റോം ഡസ് നോട്ട് മീൻ ദാറ്റ് ഗോഡ് ഈസ് ആബ്സെൻറ്റ്. അവിടെ നമ്മുടെ കൂടെ ദൈവം ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ആഴത്തിൽ പഠിപ്പിക്കുകയാണ്. ഈ ശിഷ്യന്മാരെ ദൈവത്തിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുവാൻ, വിശ്വാസത്തിൽ കുറച്ചും കൂടെ ഉറപ്പിക്കാൻ കർത്താവ് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ച മറ്റൊരു വ്യക്തിയാണ് മാർത്തയും മറിയയും. ആ സഹോദരിമാരെ നമുക്കറിയാം. ഒരു ദിവസം യേശു ഇവരുടെ വീട്ടിൽ വന്നപ്പം മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുന്നു. മാർത്ത ഒത്തിരി ജോലി ചെയ്യാണ്. അതെല്ലാം ചെയ്ത് ഭയങ്കര ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് ഒരു ദിവസം കംപ്ലൈൻറ്റുമായിട്ട് ഓടി മാർത്ത യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നാഥ, എൻ്റെ സഹോദരി എന്നെ ഇങ്ങനെ അധ്വാനിക്കാൻ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കംപ്ലൈൻറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഭയം, സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ദൈവവചനത്തിനേക്കാൾ മുകളിലായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പം ദൈവത്തിലുള്ള ആശ്രയം നമ്മളുടെ കുറഞ്ഞു പോവുകയും ഇത് പുറത്തോട്ട് ചാടുകയും ചെയ്യും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിനക്ക് വിചാരമില്ലയോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഈ ശിഷ്യന്മാർക്ക് ഞാൻ പറഞ്ഞു, അവർക്കുണ്ടായ വികാരം എന്ന് പറയുന്നത് ഭയമായിരുന്നു. ഇനിയും നമുക്കൊന്ന് നോക്കാം, ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ ഈ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ നാച്ചുറൽ റെസ്പോൺസാണ് മനുഷ്യർക്ക് അല്ലെ. നമ്മളൊന്ന് ആലോചിക്കാം, നമ്മൾ ശിഷ്യന്മാരെ കുറ്റം പറയും. നമ്മൾ ഇതുപോലെ ഒന്നൊരു ബോട്ടിൽ പോകുമ്പം ഇങ്ങനെ കാറ്റടിച്ചാൽ എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസാ അല്ലേ? ഒന്ന് ആലോചിക്കുക. ശിഷ്യന്മാർക്ക് അതുപോലത്തെ ഒരു ഭയമാണ് ഉള്ളിലിങ്ങനെ കയറി വന്നത്. പക്ഷേ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലും ഭയപ്പെടാതെ ജീവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനത്തിലുണ്ടല്ലോ എത്രയധികം പ്രാവശ്യം പറഞ്ഞേക്കുന്നതെന്നറിയാവോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ പേടിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇതാ, എനിക്ക് ആരും ഇല്ല എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിൽ കർത്താവ് രേഖയായിട്ട് എഴുതി തന്നേക്കോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതിലും വലിയൊരു കൂട്ട് എന്താ വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ എഴുതി വെക്കണം, ഹൃദയത്തിൽ എഴുതി വെക്കണം. ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഭയം നമ്മൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കർത്താവുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റിനേക്കാളും അധികമായിട്ട് ഈ ഭയം കയറി വന്നാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇറ്റ് ഷെയ്ക്സ് അവർ ഹാർട്ട്. പേടി വന്നു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഈ രോഗം എന്തായിത്തീരും, അല്ലെങ്കിൽ ഈ ഒരു കടബാധ്യത അതെവിടെ കൊണ്ട് അവസാനിക്കും, അത് വന്നു കഴിഞ്ഞ് ഭയം കയറിക്കഴിഞ്ഞാൽ ഈ ബന്ധത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നം ഇത് എവിടെ കൊണ്ട് അവസാനിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ഭയം. ജീവിതത്തിൽ സ്റ്റോംസ് അടിക്കും പ്രിയമുള്ളവരെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ് ക്യാൻ ഷെയ്ക്ക് അവർ ഹാർട്ട്. ഹൃദയം അങ്ങ് പിടിച്ചു കുലുക്കും. അപ്പം എന്താ ഈ ശിഷ്യന്മാർക്ക് പറ്റിയിട്ടുണ്ടാവുക? അവർ അയ്യോ വിളിച്ച് നിലവിളിച്ചിട്ടുണ്ടാവും അല്ലേ? നിലവിളിക്കുക മാത്രമാണോ അവർ ചെയ്തിട്ടുണ്ടാവുക? അവരിൽ ചിലവർ വിവാഹിതരാ. പത്രോസ് ഭാര്യയെക്കുറിച്ച് ഓർത്ത് കാണും, വീട്ടിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവും. അവർക്ക് ഇനി ആരുണ്ട്, ഞങ്ങളുടെ ജീവിതം ഇതോടെ തീരുകയാണ്, അതൊക്കെ അവർ ഓർത്ത് കാണും അല്ലേ? അതാ ചോദിച്ചത്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. ഞങ്ങൾ നിങ്ങളുടെ യേശുവിൻ്റെ കൂടെ ഇറങ്ങിയിട്ട് ഒരു വിചാരവും ഇല്ലേ ഞങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഷെയ്ക്ക് ആ ഹാർട്ട്. അപ്പം നമ്മൾ ഈ ഹൃദയം കുലുങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ,
പുറത്തോട്ട് ശരിക്കും ആ കപ്പിൻ്റെ അകത്തുള്ള കാപ്പി ചാടുന്നത് പോലെ ഉള്ളതെല്ലാം പുറത്തോട്ട് ചാടാൻ തുടങ്ങും. സെക്കൻഡ്, ഇറ്റ് ഷിഫ്റ്റ്സ് അവർ ഫോക്കസ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ പടകില് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ശിഷ്യന്മാര് അവരുടെ ഫോക്കസ് എവിടെ ആയിരിക്കണമായിരുന്നു? അവരുടെ ഗുരുവായ യേശു ആ പടകിലുണ്ട്. പക്ഷെ ഇത് അടിക്കുന്ന സമയത്ത്, വലിയ ചുഴലിക്കാറ്റ് അടിക്കുന്ന സമയത്ത് അവരതൊന്നും അല്ല ചിന്തിക്കുന്നത്. അവര് വലിയ ചുഴലിക്കാറ്റിലോട്ടാണ് നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയവനായ ദൈവത്തെ നോക്കുന്നതിന് പകരം വലിയ ചുഴലിക്കാറ്റിനെ നോക്കിയാൽ നമ്മൾ നിലവിളിച്ചു പോകും, ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തു പോകും. പക്ഷെ വലിയ ചുഴലിക്കാറ്റ് അടിക്കുമ്പോഴും കർത്താവ് അവരോട് പിന്നെ അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഭയപ്പെട്ടതെന്ന്, അല്ലേ? നിങ്ങൾക്ക് വിശ്വാസം വേണമെന്ന് പറയാണ്. വലിയ ചുഴലിക്കാറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള വലിയവനായ കർത്താവിനെ ഓർക്കുവാൻ പഠിക്കുക. ഓക്കെ, ഷിഫ്റ്റ് അവർ ഫോക്കസ്. എപ്പോഴും ഈ ചുഴലിക്കാറ്റിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടായിരിക്കും നമ്മളുടെ നാച്ചുറൽ ടെൻഡൻസി. ആ ഫോക്കസ് മാറ്റിയിട്ട് കർത്താവിലോട്ട് നോക്കുവാൻ പഠിക്കുക. മൂന്നാമത്, ഇറ്റ് സൈലൻസസ് അവർ ഫെയ്ത്ത്. ഈ ശിഷ്യന്മാർ വിശ്വാസമില്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. യേശുവിൻ്റെ കൂടെ നടക്കുകയും സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അവരിൽ കൂടെയും മിറക്കിൾസ് നടന്നിട്ടുള്ളതാ. സോ അവർക്ക് ഫെയ്ത്ത് ഉണ്ടായിരുന്നവരാണ്. പക്ഷേ ഭയം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ദൈവത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റിനേക്കാളും വലുതായിട്ട് ആ ഭയം കയറി കഴിയുമ്പം ഇറ്റ് സൈലൻസസ് അവർ ഫെയ്ത്ത്. എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്ന വചനങ്ങളുണ്ടല്ലോ, കുറച്ചു നേരത്തേക്ക് നമ്മളങ്ങ് മറന്നുപോകും. അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഇത് രാവിലെയും വൈകിട്ടും ഒക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ചുഴലിക്കാറ്റടിക്കുമ്പോൾ മറന്നുപോകും. ഞാൻ വായിക്കട്ടെ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും, അറിയാവുന്നവർ എൻ്റെ കൂടെ പറഞ്ഞേ, ആ വാക്യത്തിൻ്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും, സങ്കേതം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം വരുമ്പോൾ ചെല്ലാൻ പറ്റുന്ന സ്ഥലം, എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയവും പലകയുമാകുന്നു. അവൻ്റെ വിശ്വസ്തത, വാക്കുമാറാത്തൊരു കർത്താവിൻ്റെ വിശ്വസ്തത, ആ ഫെയ്ത്ത്ഫുൾനെസ് ആണ് ശത്രുവിൻ്റെ അമ്പ് വരുമ്പം പരിച പോലെ, പലക പോലെ എന്നെ കാക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ചുഴലിക്കാറ്റിലോട്ട് നോക്കിയാൽ ഇറ്റ് സൈലൻസസ് അവർ ഫെയ്ത്ത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉറക്ക ദൈവവചനം അങ്ങ് പറയുക. പ്രിയമുള്ളവരെ, ദൈവവചനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് നിങ്ങൾ ഏറ്റു പറയുക. അത് ദൈവവചനം നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പാസ്റ്റർ എന്ന് പറയുകയാണ്, ചിലപ്പോൾ വചനം മറന്നാൽ പോലും നല്ല പാട്ടുകളുടെ വരികൾ നമ്മളെ ബലപ്പെടുത്തും, അല്ലേ? പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവവചനമാണ്. നാലാമത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പേടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റീൽസ് അവർ പീസ്. മനസ്സിന് സമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ലാതായി പോകും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഉണ്ടാകേണ്ട സ്ഥലമാണ് ദൈവമക്കളുടെ ഹൃദയം. പക്ഷേ ഭയം അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ, അതായത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെക്കാളും അധികമായിട്ട് ചുഴലിക്കാറ്റിനെയും സ്റ്റോമിനെയും നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നോക്കണം, കർത്താവേ എൻ്റെ സമാധാനം പോയിട്ടുണ്ടോ, ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഒരു ഭാഗം കൂടെ എടുത്തു തരാവേ. ഹൗ ഫിയർ ഷേപ്സ് അവർ റെസ്പോൺസസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പേടിയുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതില്ലാത്ത ആരുമില്ല. കൊച്ചു പിള്ളേർക്ക് അത് എക്സാം ആണെങ്കിൽ വലിയവർക്ക് അത് വലിയ വലിയ പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ, അല്ലേ? പക്ഷേ നമ്മൾ നോക്കാം, ഞാൻ 3 തരം ആൾക്കാർ 3 രീതിയിൽ പേടി വരുമ്പം റെസ്പോണ്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഏത് രീതിയിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ റെസ്പോണ്ട് ചെയ്തതെന്നും കൂടെ നിങ്ങൾ നോക്കാം. ഹൗ ഫിയർ ഷേപ്സ് അവർ റെസ്പോൺസ്. ഭയമുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി, പേടിച്ചു പോയി. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാമേ. ഒന്നാമത്തേതാണ് ഫൈറ്റ് എന്ന് പറയും. തിരിച്ച് പ്രതികരിക്കുക,
റിയാക്ടിങ് ഇൻ അഗ്രഷൻ. അത് സാധാരണ രീതിയിലല്ല, ഒന്നുകിൽ വഴക്കിട്ടോ കോപമായിട്ടോ ഒക്കെ റെസ്പോണ്ട് ചെയ്യാം. അതിന് തിരിച്ച് പോരാടുന്ന രീതിയിൽ പ്രതികരിക്കാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാമേ, ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. യേശുവിനെ ഗത്സമനത്തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് പത്രോസ് എന്ത് ചെയ്തായിരുന്നു? പത്രോസ് വാള് ഉറയിൽ നിന്നൂരി മറ്റേ ഭടൻ്റെ കാത് വെട്ടി. ആക്ച്വലി എന്തുകൊണ്ടാണ് പത്രോസ് അത് ചെയ്തതെന്നറിയാമോ? ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞ് പുള്ളി ഒളിച്ചു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പേടി വരുമ്പോൾ ചിലവർ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പത്രോസിനെ പോലെ വഴക്കുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, ജോലി നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ ബോസുമായിട്ട് വഴക്കുണ്ടാക്കുക, HR-ഉമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, കമ്പനിക്കെതിരെ ലീഗൽ ആക്ഷൻ പോകുമെന്ന് പറഞ്ഞ് ത്രെറ്റ് ഉണ്ടാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക. പേടി കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? കംപ്ലയിൻസ് ആയിട്ട് കിടന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻസ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ശിഷ്യന്മാരൊരു ഫൈറ്റ് റെസ്പോൺസാണ് കാണിച്ചത്. കംപ്ലയിൻറ്റ്, റിയാക്ടിങ് ഇൻ അഗ്രഷൻ. നിനക്ക് വിചാരമില്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിക്കാം. സെക്കൻഡ് ഒരു റിയാക്ഷനാണ് ഫ്ലൈറ്റ്, റണ്ണിങ് അവേ ഓർ അവോയ്ഡിങ്. പേടി വന്നാൽ ഉടനെ ആ സാഹചര്യത്തിൽ നിന്ന് ഓടി മാറുക. ഓക്കെ, ഇങ്ങനെ ചിലവർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ വേദപുസ്തകത്തിലെ ഏലിയ പ്രവാചകനാണ്. ഇസബേൽ രാജ്ഞി ഇന്ന് നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിയാവ് എന്താ ചെയ്തത്? അതുവരെ നല്ല ധൈര്യമായിട്ട് നിന്ന ആ പ്രവാചകൻ ഭയമുള്ളിൽ കയറി കഴിഞ്ഞപ്പം ഇസബേലിനെ പേടിച്ച് ഓടിയല്ലേ, മരുഭൂമിയിൽ പോയി ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവർ. ഓക്കെ, ഇത് ചിലവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാമോ? അതായത് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ, പിന്നെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക, ഒഴിഞ്ഞു മാറുക, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ആ പ്രശ്നം ഡീൽ ചെയ്യുന്നതിന് പകരം ചിലവരെന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. കുടുംബജീവിതത്തിലെ പ്രശ്നം കൂടി കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ജോലി ചെയ്യുക, ബിസി ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുക. അപ്പം അതൊരു ഫ്ലൈറ്റ് റെസ്പോൺസാണ്. യഥാർത്ഥ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാതെ മറ്റൊരു കാര്യത്തിൽ കൂടുതലായിട്ട് ചെയ്യുക, അത് ഫ്ലൈറ്റ് റെസ്പോൺസാണ്. അതിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് ഓടി മാറുക. ചിലവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് മദ്യപാനത്തിലോട്ടോ മയക്കുമരുന്നിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് മദ്യം, മയക്കുമരുന്ന്, സബ്സ്റ്റൻസ് അബ്യൂസുകളിലോട്ട് മാറുക. ചിലവർ എൻ്റർടൈൻമെൻറ്റ് കൂടുതലായിട്ട് ചെയ്യുക. നമുക്കറിയാം ചിലവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യാത്രകൾ പോവുക. യാത്ര പോകുന്ന തെറ്റല്ല, പക്ഷെ കൂടുതലായിട്ട് പോവുക. അതെന്താണെന്നറിയാമോ? യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ ഓടി മാറാൻ ശ്രമിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്താ കണ്ടത്? ചിലവർ ഫൈറ്റ് റെസ്പോൺസ്, അവർ ബഹളം ഉണ്ടാക്കി, കോപം ഉണ്ടാക്കി, കംപ്ലൈൻറ്റ് ചെയ്തൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അടുത്തതാണ് നമ്മൾ കണ്ടത് ഫ്ലൈറ്റ് റെസ്പോൺസ്. എന്താ അത് പറഞ്ഞേ? ഫ്ലൈറ്റ് റെസ്പോൺസ്, ഓടി ഒളിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ പേടി വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അവരോട് ചിന്തിച്ച് നോക്കാം. ഓക്കെ, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴത്തേക്കേ ഓടി ഒളിക്കാനല്ല, ഓടി ആ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട് കേട്ടോ. മൂന്നാമത് ആളുകൾ ചെയ്യുന്ന ഒരു റെസ്പോൺസാണ് ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞാൽ പ്രിറ്റൻഡിങ് ഇറ്റ്സ് നോട്ട് ദെയർ. അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ അഭിനയിക്കുക. ജീവിതത്തിൽ നല്ല പ്രശ്നമായിരിക്കും, പക്ഷേ അങ്ങനെ ഇല്ലെന്ന് അഭിനയിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പത്രോസ് യേശുവിനെ ഗത്സമനത്തോട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്. അത് കഴിഞ്ഞിട്ടും പക്ഷേ പത്രോസ് പുറകെ ചെല്ലുക. മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൻ്റെ അവിടെ യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം പുറത്ത് നിൽപ്പുണ്ട് പത്രോസ്. പക്ഷേ പത്രോസിനോട് വന്ന ആൾക്കാർ ചോദിക്കുകയാണ്, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പം പത്രോസ് എന്താ പറയുന്നത്? ഞാൻ അവനെ അറിയുന്നില്ല. പ്രശ്നം ഉണ്ടെന്ന് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക. ഈ ഡിനയൽ ഉണ്ടല്ലോ, ഇത് ഒരു സേഫ് എസ്കേപ്പായിട്ട് തോന്നും ആദ്യം, പക്ഷെ പിന്നീട് അത് റിഗ്രറ്റിലോട്ട് നയിക്കുവേ.
ഇനിയും അതിന് പറയാം, ചിലവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ലാത്ത പോലെ അഭിനയിക്കാൻ ശ്രമിക്കുക. അതുപോലെ രോഗമുണ്ടെങ്കിലും ചിലവർക്ക് രോഗത്തെ ഫേസ് ചെയ്യാൻ ഒത്തിരി പേടിയായി കഴിയുമ്പോൾ ചിലവർ ചെയ്യുന്നത് ഈ ഡിനായൽ മോഡിലോട്ട് വരും. എന്നിട്ട് രോഗമില്ലാത്തതുപോലെ ഒരു കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കത്തില്ല. ആക്ച്വലി ധൈര്യക്കൂടുതൽ കൊണ്ടല്ല, പേടി കൂടുതൽ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഡിനായൽ മോഡിലോട്ട് വരും. അതുപോലെ എന്തെങ്കിലും വാർണിംഗ് സിഗ്നൽസ് ഒരു പ്രശ്നത്തിന് കിട്ടിയാലും അവരതിന് ആക്ഷൻ എടുക്കില്ല. ഉദാഹരണത്തിന് ഒരു വലിയ സാമ്പത്തിക ഒരു ബാധ്യത ഫ്രണ്ടിലുണ്ട്, ഇത്ര നാളുകൊണ്ട് തീർക്കേണ്ടതാണെന്ന് അവർക്കറിയാമെങ്കിൽ പോലും ചിലവർ ആ ഭയം കാരണം ഡിനായൽ മോഡിൽ പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുപോലെ അഭിനയിക്കും. അല്ലെങ്കിൽ ചിന്തിക്കത്തില്ല, എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. സോ ഇങ്ങനെ പല രീതിയിൽ ആളുകൾ പ്രതികരിക്കാറുണ്ട് ഭയം വരുമ്പം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഈ ശിഷ്യന്മാർ ചെയ്തത് ആദ്യത്തേതായിരുന്നു. നമ്മൾ കണ്ടായിരുന്നു 3 മോഡ് നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഫൈറ്റ്, ഫ്ലൈറ്റ്, ഡിനായൽ, അല്ലേ? പേടി വരുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളായത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഭയമുള്ളിൽ വരുമ്പോൾ, ദൈവത്തിൽ ആശ്രയം കുറവ് വരുമ്പോൾ നമ്മൾക്ക് പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡൗട്ട് ഗോഡ്സ് ലവ് ആൻഡ് കെയർ. നമ്മൾക്ക് പേടി അങ്ങോട്ട് കൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ, കർത്താവ് എന്നെ കരുതുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കയറുക. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നമ്മളെ ഇത്രയധികം കരുതാം, നിന്റെ കൂടെ ഞാനിരിക്കാം, വാർദ്ധക്യത്തിൽ നിന്നെ ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ കർത്താവിൻ്റെ ആ കെയർ നമ്മൾ സംശയിക്കാനായിട്ട് തുടങ്ങും, അല്ലേ? ഫിയർ കൂടിക്കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഡൗട്ട് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന കാര്യങ്ങളെ നമ്മൾ സംശയിക്കാൻ തുടങ്ങും. ഇനി നമ്മൾ ശിഷ്യന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരോട് യേശു ആദ്യം എന്താ പറഞ്ഞതെന്നറിയാമോ? നാം എങ്ങോട്ട് പോകാമെന്നാ പറഞ്ഞേ? അക്കരയ്ക്ക് പോകാം. യേശു എന്താ പറഞ്ഞത്? നാം അക്കരയ്ക്ക് പോകാം. അവരത് ഓർത്താ പോരായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. യേശു അവരോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാമെന്ന്. ഇനി ഏത് ചുഴലിക്കാറ്റടിച്ചാലും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ കർത്താവ് അക്കരെ കൊണ്ടെത്തിച്ചിരിക്കും. പേടി വരുമ്പോഴാണ് അയ്യോ അത് നടക്കത്തില്ല, ഇനി ഒരിക്കലും പോസിബിൾ അല്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഇനിയും നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർ കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനീനെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് എഴുതിത്തള്ളും, ഞങ്ങൾ നശിച്ചു, ഇനി രക്ഷയില്ല. നമ്മൾ തന്നെ അങ്ങ് വിധി എഴുതുക. ശിഷ്യന്മാരന്ന് വിധി എഴുതി ഞങ്ങൾ നശിച്ച് പോകാൻ പോവാന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. യേശുവിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു നിമിഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ശിഷ്യന്മാരുടെ കണ്ണിലോട്ട് നോക്കിയിട്ടുണ്ടാകും, അല്ലേ? ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ മുമ്പിലിരുന്നത് കർത്താവായ യേശു, അല്ലേ? യേശു ആരായിരുന്നു? ദൈവവചനം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി, ദാസനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവാണ്. ആ ദൈവമാണ് ശിഷ്യന്മാരുടെ മുമ്പിലിരിക്കുന്നത്. ആ ദൈവത്തോടാണ് യേശുവിൻ്റെ ഇൻകാർണേഷൻ, ആ ജഡാവതാരം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം തെളിയിക്കുന്ന എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകലരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, ഞാൻ കരുതുന്നില്ല, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ പുത്രനെ യാഗമായി നൽകുവാൻ തയ്യാറായത്. ഇനി പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്, റോമർ 8:32.
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. കാൽവറി ക്രൂശിൽ കിടന്നപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് തൻ്റെ പുത്രൻ നിലവിളിച്ചപ്പം, അല്ലേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇത്രയും വലിയ ഒരു സ്നേഹം കാണിച്ച ദൈവം നമുക്ക് വേണ്ടി ഇനി കരുതാതിരിക്കുമോ? ആലോചിക്കുക, ലോജിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങളൊരു വലിയ പ്രശ്നത്തിലായെന്ന് വിചാരിക്കുക. 50 ലക്ഷം രൂപ അത്യാവശ്യം കടമായിട്ട് വന്നു. അപ്പം നിങ്ങളെ ഒരു വ്യക്തി ഒന്നും നോക്കാതെ 50 ലക്ഷം രൂപ തന്നു എന്ന് വിചാരിക്കുക. ഇത് തിരിച്ചും തരണ്ട, നിങ്ങളിത് വെച്ചോ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു 50 ലക്ഷത്തി 50 രൂപയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. 50 രൂപയും കൂടെ വേണമായിരുന്നു. ആ വ്യക്തിക്ക് പിന്നെ ഒരു 50 രൂപ തരാനാണോ വിഷമം? ഞാനൊരു കമ്പാരിസൺ പറഞ്ഞത്, 50 ലക്ഷം തന്നതിന് 50 രൂപ തരാനാണോ പ്രശ്നം? ഞാൻ നിത്യരക്ഷയെയും ദൈവത്തിൻ്റെ കരുതലുകളെ ഒന്നും സംഖ്യ വെച്ച് കമ്പയർ ചെയ്യുകയല്ല, നമുക്ക് ലോജിക്കലി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ പൗലോസ് അപ്പോസ്തലന്റെ സ്റ്റേറ്റ്മെന്റ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നിത്യജീവൻ തന്ന് നിത്യരക്ഷ തന്ന് സ്വന്തം മക്കളാക്കിയ ആ കർത്താവ് നമ്മുടെ അനുദിന ആവശ്യങ്ങൾ, നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളെ സഹായിക്കാതിരിക്കുമോ? നമുക്ക് വഴി കാട്ടേണ്ട സമയത്ത് അവൻ വഴി കാട്ടാതിരിക്കുമോ? നമ്മുടെ കൂടെ നടക്കേണ്ട സമയത്ത് കൂടെ നടക്കാതിരിക്കുമോ? നമ്മൾ കുഴിയിൽ വീണു പോയാൽ കേറ്റാതിരിക്കുമോ? ഹല്ലേലൂയ. God is so faithful. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് യേശു കർത്താവ് അവരുടെ മുഖത്തോട്ട് നോക്കിക്കാണും, അല്ലേ? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞാൻ ആദ്യം പറഞ്ഞു, സ്റ്റോംസിൽ കൂടെ ചിലത് ഡീപ്പറായിട്ട് ഇവരെ പഠിപ്പിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കും അവരെ യേശുവിൻ്റെ കൂടെ നടന്നത് കൊണ്ട് തികഞ്ഞ ശിഷ്യന്മാരായെന്ന്. പക്ഷെ സ്റ്റോംസ് അടിച്ചപ്പം, അല്ലെങ്കിൽ ചുഴലിക്കാറ്റടിച്ചപ്പം അവരുടെ കപ്പിൻ്റെ അകത്തുള്ളത് പുറത്തു ചാടി, അല്ലേ? അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വേഴ്സ് 39 അവൻ എഴുന്നേറ്റു, യേശു എഴുന്നേറ്റിട്ട് ഇങ്ങനെ തിരമാലകൾ ആഞ്ഞടിക്കുക. എന്നിട്ട് പറഞ്ഞു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. വലിയ ചുഴലിക്കാറ്റിൻ്റെ സ്ഥലത്ത് എന്തുണ്ടായി? വലിയ ശാന്തത. എപ്പോൾ? യേശു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞു, കടലിനോട് അടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് 40-ാം വാക്യത്തിൽ യേശു തിരിഞ്ഞു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? ചില സമയത്ത് ഇത് വായിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മനസ്സിൽ ആഴത്തിൽ കുത്തുന്ന പോലെ തോന്നാറുണ്ട്. ചില സമയത്ത് ഭയപ്പെട്ടു പോകുന്ന സമയത്ത് കർത്താവ് എന്നോട് ചോദിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഈ ഭീരുത്വം എന്തിനാ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ചില സമയത്ത് നമ്മൾ പേടിച്ചു പോകത്തില്ലേ? നമ്മൾ ഫൈറ്റ് മോഡിലൊക്കെ പോകത്തില്ലേ? ഫ്ലൈറ്റ് മോഡിൽ പോകും, ഡിനയൽ മോഡിലൊക്കെ പോകുമ്പോൾ കർത്താവ് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ഭീരുക്കളാകുന്നത്? ഇപ്പോഴും വിശ്വാസം ആയില്ലേ? അതാ കർത്താവ് ചോദിക്കുന്നത്. കർത്താവിന് അവരെ പഠിപ്പിക്കാനുള്ള കാര്യം ഇതായിരുന്നു. പ്രശ്നം വരുമ്പോൾ ഒരു അഗ്രസീവ് മോഡിൽ പോകാതെ, പേടി വരുമ്പം ഓടി ഒളിക്കാതെ, ഒരു പ്രശ്നവും ഇല്ലെന്ന് അഭിനയിക്കാതെ, പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ നേരിടാനായിരുന്നു കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. 41-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഈ ഒരു പാസേജ്, നമ്മൾ ഇത്രയും വായിച്ച പാസേജിൽ 3 പ്രാവശ്യം വലിയ 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 എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തേത് വലിയ കൊടുങ്കാറ്റായിരുന്നു. ഒന്ന് പറഞ്ഞേ, വലിയ കൊടുങ്കാറ്റ്. രണ്ടാമത്തേത് വലിയ ശാന്തത. മൂന്നാമത്തേതാണ് ഈ വാക്യത്തിൽ കണ്ടത്, അവർ വളരെ ഭയപ്പെട്ടു. വലിയ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടായി. ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, അവർ ആ കാറ്റിനെ പേടിച്ചില്ലേ, കൊടുങ്കാറ്റിനെ പേടിച്ച പോലത്തെ ഒരു ഭയമല്ലായിരുന്നു. പക്ഷേ അവർ വളരെ ഭയപ്പെട്ടിട്ട്
യേശുവിങ്കിലേക്കിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് പറഞ്ഞ് ആണ് വളരെ ഭയപ്പെടുന്നത്. ശരിയായൊരു ഭയമാണ്, ശരിയായ ഭയമാണിത്. അത് കർത്താവ് ആരാണെന്ന് തിരിച്ചറിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു റെവറൻഷ്യൽ ഫിയറാണ്, ദൈവത്തോടുള്ള ആദരത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഭയമാണത്. അപ്പം നമ്മൾ കണ്ടു, വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ അവിടെ വലിയ ശാന്തത നൽകാൻ ദൈവത്തിന് സാധിക്കും. അതിൽ കൂടെ ദൈവത്തിന് നമ്മളെ ചില കാര്യങ്ങളും പഠിക്കാനുണ്ട്. അടുത്ത ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, അവരിതാ ചോദിച്ചത്, ഇവൻ ആർ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. എവ്രി സ്റ്റോം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ചുഴലിക്കാറ്റുണ്ടല്ലോ, അത് ഓരോന്നും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് കൊടുങ്കാറ്റുകളെ ഇഷ്ടമല്ല അല്ലേ, പ്രശ്നങ്ങളെ ഇഷ്ടമല്ല. പക്ഷേ വേദപുസ്തകം നമ്മളെ മറ്റൊരു കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. എവ്രി സ്റ്റോം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമാണ്. എന്തിനാണെന്നറിയാമോ? To learn more about character, ദൈവത്തിൻ്റെ സ്വഭാവം, നേച്ചർ ആൻഡ് മാജസ്റ്റി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റിൻ്റെ അവസരമില്ലേ, എല്ലാവരും പറയും അത് നശിച്ചു പോകാനുള്ളതാണ്. പക്ഷേ യേശു കർത്താവ് പറയാണ്, ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് ദൈവത്തെ കൂടുതൽ മനസ്സിലാകാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ കൂടുതൽ മനസ്സിലാക്കാൻ, ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാനുള്ള ഒരു അവസരമാണ് ഓരോ കൊടുങ്കാറ്റും. ചെങ്കടലിൻ്റെ മുമ്പിൽ പുറകിൽ ഫറവോനുമായിട്ട് നിന്ന് ഫറവോൻ്റെ സൈന്യം വരുമ്പം ഇസ്രായേൽ മക്കള് അല്ലേ, അവർ നശിച്ചു പോകേണ്ടായിരുന്നു അന്ന് ചെങ്കടലിൽ മുങ്ങി, അല്ലെങ്കിൽ ഫറവോൻ്റെ വാളുകൊണ്ട്. പക്ഷേ ആ ഒരു സ്റ്റോം ഉണ്ടല്ലോ, ആ ഒരു വലിയ പ്രശ്നം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വലിയ അത്ഭുതമായി. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, അവർ കണ്ടു ദൈവത്തിൻ്റെ കരം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന്. ഹല്ലേലൂയ. എവ്രി സ്റ്റോം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ജീവിതത്തിലെ പ്രശ്നങ്ങളെ അത് പ്രശ്നമാണ്, എനിക്കത് മുമ്പോട്ട് പോകാൻ പറ്റാതെ എന്നെ തടയുന്നതാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഞാൻ ദൈവത്തിൻ്റെ കരം ഇതിൽ കാണുമെന്ന് മനസ്സിലാക്കുമ്പം കാര്യങ്ങൾക്ക് വ്യത്യാസം വരാൻ തുടങ്ങും. അവർ വളരെ ഭയപ്പെട്ടു അല്ലേ. ഓക്കെ, ഈ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ ഈ ഭാഗം പഠിച്ചത്, ഈ മർക്കോസ് എന്ന് പറഞ്ഞ സുവിശേഷ രചയിതാവ് വളരെ എന്താ പറയുന്നത്, സ്കിൽഫുൾ ആയിട്ടാണ് ആ ഒരു രചന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം യേശു കർത്താവിനെ, നമുക്കറിയാം ഒരു സുവിശേഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒരു ബയോഗ്രഫിയാണ്, ജീവചരിത്രമാണ്. ആളുകൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമുക്ക് അവൻ കർത്താവാണ്, രക്ഷിതാവാണ്. പക്ഷെ മർക്കോസ് ആ സുവിശേഷം രചിച്ച് ആളുകളുടെ ഇടയിലോട്ട് അത് സർക്കുലേറ്റ് ചെയ്യാൻ വിടുമ്പം അവരെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ ജീവിച്ച നസ്രയത്തുകാരനായ ഒരു മനുഷ്യനായിരുന്നു യേശു എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, എന്നിട്ട് മർക്കോസ് വളരെ വ്യക്തമായിട്ട് യേശു ആരാണെന്ന് തൻ്റെ സുവിശേഷ രചന നടത്തുന്നതിൽ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇത് തന്നെ കാണാൻ സാധിക്കും. ഇവൻ ആർ, യേശു ആരാണെന്ന് ഓരോ ഘട്ടത്തിലായിട്ട് ആളുകൾ തിരിച്ചറിയുന്ന. 1:27 ഇങ്ങനെയാണ് കാണുന്നത്, ശബത്തിൽ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം. അപ്പോൾ യേശു ആരാണെന്ന് മർക്കോസ് പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൽ കവർന്നഭൂമിയിൽ വെച്ച് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. 4 പേർ കൂടി പക്ഷവാതക്കാരനെ ഒരാളെ മേൽക്കൂര പൊട്ടിച്ച് യേശുവിൻ്റെ മുമ്പിലോട്ട് ഇറക്കുമ്പോൾ യേശു പറയുന്നു, നിന്റെ പാപം ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രിമാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപം മോചിക്കുന്ന ഇവൻ ആർ? സോ ആളുകളുടെ മുമ്പിലുള്ള ചോദ്യം ഇതായിരുന്നു, രോഗികളെ സൗഖ്യമാക്കുന്ന ഈ യേശു ആര്? നസ്രയത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ മാത്രമാണോ? അല്ല. പാപം മോചനം കൊടുക്കുന്ന യേശു ആര്? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ കണ്ടില്ലേ, ശിഷ്യന്മാർ ചോദിക്കുന്നു, കാറ്റും കടലും അനുസരിക്കുന്ന ഇവൻ ആരെന്നുള്ള ചോദ്യം. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും അവർ ആ മിറക്കിൾ കണ്ടതുകൊണ്ടാണ് അവർ അത്രയും അതിശയിച്ചെന്ന്. തീർച്ചയായിട്ടും അതൊരു അതിശയമുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം സ്ട്രോങ് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ് ഈ ശിഷ്യന്മാരെല്ലാവരും. ഇവരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ജീസസിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, യേശു ആരാണെന്നുള്ളതാണ്. കാരണം
അവരുടെ സങ്കീർത്തനങ്ങളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ അവർ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 89:9, നീ സമുദ്രത്തിൻ്റെ ഗർവത്തെ അടക്കി വാഴുന്നു, അതിൻ്റെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. അവർ കർത്താവായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പറയുന്നതാണ്, സമുദ്രത്തെ നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. സങ്കീർത്തനം 106:9, അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. യഹൂദന്മാർക്ക് അവർക്ക് ശക്തമായ പശ്ചാത്തലത്തിൽ അവർക്കറിയാം സമുദ്രത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന്. ഇനി ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് വളരെ ഭയപ്പെട്ട് തങ്ങളുടെ ഗുരുവിനെ നോക്കിയെന്നറിയാമോ? അതുവരെ അവർ വിളിക്കുന്നത് എന്താ? ഗുരു, ടീച്ചർ, മാസ്റ്റർ, റബ്ബി. അവർ നോക്കുക, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ നസ്രായനായ യേശു എന്ന റബ്ബി കാറ്റും കടലും നിയന്ത്രിക്കുന്നു, ഇവൻ ആർ? പ്രിയമുള്ളവരെ, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പിന്നീട് പത്രോസ് ഏറ്റു പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു ആരാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തേടിയുള്ള യാത്രയാവട്ടെ ഓരോരുത്തരുടെയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങളുടെ കാത് കേട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങൾ രുചിച്ചറിഞ്ഞത് ആ വചനമായിരുന്നു. അല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ലോകത്തോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു, ഇവിടെ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും അവൻ ജീവിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു പക്ഷേ ആ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ഇന്ന് കർത്താവ് ഉണ്ടായിരുന്നേ നമ്മളെയും ഇതുപോലെയൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചു തന്നേനെ. കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനോടുള്ള യാത്രയിൽ ചിലപ്പോൾ തിരമാല അടിക്കും, നശിച്ചു പോകുമെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കും, നമ്മൾ തന്നെ വിധി എഴുതും. പക്ഷെ നോ 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 നോ, കർത്താവാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. എത്ര നശിച്ചു പോകുമെന്ന് തീരുമാനിച്ചാലും എല്ലാവരും പറയും ഇനി ഒരു രക്ഷയില്ല എന്ന്. ഞാൻ ഇതെന്താ പറയുന്നത്, ഒരു മോട്ടിവേഷനായിട്ട് പറയുന്നതല്ല, പക്ഷെ ഇത് കർത്താവ് പറയുന്നതാണ്. നശിച്ചു പോകുന്നു എന്ന് അവർക്ക് മുക്കുവന്മാർക്ക് മനസ്സിലായി. പക്ഷെ കർത്താവ് പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കളാകുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലേ? ട്രസ്റ്റ് ഇൻ ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, വിശ്വസിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ വലിയ ശാന്തത വരികയും വലിയ കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണുകയും ചെയ്യുവാനിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.